ഹായ് ഡിയേഴ്സ്, ഏവർക്കും ടൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഏവരും അറിഞ്ഞു കാണും, ടൂസ് അക്കാഡമി ഈ വരുന്ന ഓഗസ്റ്റ് 31 മിഡ് ടേം എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിലവിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന കോണ്ടന്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 6മായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൊഡ്യൂൾ 6 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ഏകദേശം 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സോ വിച്ച് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് റിക്വയർ ദാറ്റ് റവന്യൂ ഷുഡ് ഓൺലി ബി റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ്സ് റിയലൈസ്ഡ് ഓർ റിയലൈസബിൾ ആൻഡ് എക്സ്പെൻസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ഇൻക്വയർഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിച്ചാലും ആ ഒരു സബ്ജക്റ്റിന്റെ ബേസിക് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. മേ ബി അത് ഈസി ആയിരിക്കാം, ലാസ്റ്റിലേക്ക് നമ്മൾ പഠിക്കാനായിട്ട് വെക്കുന്നതും ഇത്തരത്തിൽ തിയറി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആദ്യമേ തന്നെ ഈ ഒരു ബേസിക് പോർഷൻസ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് revenue should only be recognized when it's realized or realizable and expense recognized when incurred. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഏതെന്നുള്ളതാണ്. നോ ഡൗട്ട് റിയലൈസേഷൻ കോൺസെപ്റ്റ് പ്രകാരമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. അതായത് റിയലൈസേഷൻ കോൺസെപ്റ്റ് പറയുന്നത് റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? അത് റിയലൈസ് ചെയ്യുമ്പോഴാണ്. അതായത് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ അത് ഡെലിവർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു റവന്യൂവിനെ റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റിലൂടെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ നടന്നു, അവിടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയില്ല, ബട്ട് എന്നിരുന്നാൽ പോലും ആ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റവന്യൂവിനെ അവിടെ റിയലൈസ് ചെയ്യുവാണ്. ആൻഡ് ദിസ് കോൺസെപ്റ്റ് എൻഷുർ ദാറ്റ് ഓൺലി ആക്ച്വൽ കൺഫേംഡ് റവന്യൂ ഈസ് recorded in the financial statement. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനീസുമായി ബന്ധപ്പെട്ട്, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറീസ് കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നൊരു പോർഷൻ ആണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറീസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ ഹോൾഡിംഗ് കമ്പനി എന്താണെന്നുള്ളത്. അതായത് ഒരു കമ്പനിയുടെ ഷെയറിന്റെ 50% പർച്ചേസ് ചെയ്തുകൊണ്ട് ആ ഒരു കമ്പനി കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഏത് കമ്പനിയുടെയാണോ 50% ഷെയർ പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു കമ്പനിയാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനികളുടെ ക്ലബ് ചെയ്തുകൊണ്ട്, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനികളുടെയും കൂടി ചേർന്നുകൊണ്ട് ഒരു സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എലിമിനേറ്റഡ് ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ് ഫിനാൻഷ്യൽ റിസൾട്ട്. അതായത് ഹോൾഡിംഗ് കമ്പനിയുടെയും അതേപോലെ തന്നെ സബ്സിഡറി കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ചില ട്രാൻസാക്ഷൻസ്, അതിനെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിക്കും ഇടയിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡബിൾ കൗണ്ടിങ് റിസൾട്ട് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ്. അപ്പൊ എന്താ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ ദ ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഇറ്റ് സബ്സിഡറീസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യപ്പെടും? എലിമിനേറ്റ് ചെയ്യപ്പെടും. അതായത് എക്സ്പെൻസ്, റവന്യൂ, അസറ്റ്സ്, ലയബിലിറ്റീസ് ഇതെല്ലാം ബിറ്റ്വീൻ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനികൾക്കിടയിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഇനി എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുന്നത്? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ഇപ്പോൾ ഹോൾഡിംഗ് സബ്സിഡറിയും കൂടി ചേർന്നുകൊണ്ട് അവരൊരു സിംഗിൾ ഫിനാൻഷ്യൽ കൺസേൺ ആയിട്ട് പോവുകയാണ്. അപ്പോൾ പുറത്തുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് ആണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നോവേറ്റീവ് അക്കൗണ്ട്സിൽ നിന്നുമാണ്. അപ്പോൾ ഇന്നോവേറ്റീവ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്
ഫിനാൻഷ്യൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് അല്ലെ. എന്നാൽ ഇപ്പോൾ അക്കൗണ്ടിങ്ങിന് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് വന്നു, അതേപോലെ തന്നെ പ്രൊയാക്റ്റീവ് അക്കൗണ്ടിങ് വന്നു, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് വന്നു, ഫോറൻസിക് അക്കൗണ്ടിങ് വന്നു. അപ്പോൾ പലതരത്തിലുള്ള പർപ്പസ്, അതായത് അക്കൗണ്ടിങ് പരമായിട്ട് പലതരത്തിലുള്ള പർപ്പസ് വന്നപ്പോൾ പുതിയ അക്കൗണ്ടിങ് രീതികളൊക്കെ എമർജ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ വിച്ച് മെത്തേഡ് ഓഫ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് adjust financial statement for changes in the general purchasing power of the company. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കറന്റ് പർച്ചേസിംഗ് പവർ ആണ്, അതായത് CPP ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു CPP എന്ന മെത്തേഡ് എന്ന് പറയുന്നത് inflation accounting that adjusts the financial statement to reflect the changes in the general purchasing power of the currency. This helps to maintaining the real value of financial data during the period of inflation. അപ്പോൾ ഇൻഫ്ലേഷൻ ടൈമിൽ നമുക്കറിയാം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പമാണ് അല്ലെ, അപ്പോൾ അല്ലെങ്കിൽ വിലക്കയറ്റം. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിന് ഏറെ പ്രാധാന്യം വരുന്നത് ഈ ഒരു ഇൻഫ്ലേഷൻ പീരീഡിലാണ്. അപ്പം ഈ ഒരു ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് അനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ജനറൽ പർച്ചേസിംഗ് പവർ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കറന്റ് പർച്ചേസിംഗ് പവർ മെത്തേഡ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതായത് റിയൽ വാല്യൂ, ഫിനാൻഷ്യൽ ഡേറ്റയിലെ ഒരു റിയൽ വാല്യൂയും അതേപോലെ തന്നെ ആ ഒരു ഇൻഫ്ലേഷൻ ടൈമിൽ ആ ഒരു റിയൽ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. CPP മെത്തേഡാണ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് 2016 മുതൽ നിലവിൽ വന്നു. അപ്പൊ ഇതിനെ IBC 2016 എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് 2016. അപ്പം ഈ ഒരു ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്രെഡിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റർ ഉണ്ട്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് പണം വായ്പയായി കൊടുക്കുന്നവരാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഡെപ്റ്റർ അത് സ്വീകരിച്ചവരാണ് അല്ലെ. അത് മേ ബി ഇൻഡിവിജ്വൽസ് ആകാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആകാം. ഇപ്പൊ ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അത് തിരികെ കൊടുത്തില്ല. ഇവിടെ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ to 1 crore വരെയാണ്. അപ്പൊ ഈ 1 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് കൊടുത്തില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമസഹായം തേടാം. ഇനി ഈ പറഞ്ഞ കോർപ്പറേറ്റുകളാണെങ്കിൽ, അതിൽ ഓർഗനൈസേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും നിയമസഹായം തേടാം. അതിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികൾ ബാങ്ക്രപ്റ്റ് ആവുകയും ഇനി കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അത് ഇൻസോൾവെന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഈ ഇൻസോൾവൻസി അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിനെയാണ് CIRP എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 330 ദിവസമാണ്. ആക്ച്വലി ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 270 ദിവസമാണ്. അതായത് 180 ദിവസം മുതൽ ഈ ഒരു മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത്, മൊറട്ടോറിയം പീരീഡ് 270 ദിവസമാണ്. പക്ഷെ ഈ ഒരു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 330 ദിവസമാണ്. രണ്ട് രീതിയിൽ ചോദിക്കാം. മൊറട്ടോറിയം ആണെന്നുണ്ടെങ്കിൽ 180 ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 90 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, അപ്പൊ 270 ദിവസമാണ്. എന്നാൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡേയ്സ് എന്ന് പറയുന്നത് 330 ദിവസമാണ്. ഓക്കെ, സോ CIRP എന്ന് പറയുന്നത് എന്തെങ്കിലും എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സോ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു ടൈം ബൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 330 ദിവസമാണ്. ഇനി 330 ദിവസം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നില്ല. അതിന് പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ പീരീഡ് ആക്ച്വലി എന്ത് ചെയ്യത്തില്ല, ഇതിനകത്ത് കൗണ്ട് ചെയ്യത്തില്ല. സോ ഈ ഒരു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ഓഫ് ഫോർ കോർപ്പറേറ്റ് പേഴ്സൺ റെഗുലേഷൻ വീണ്ടും അമെൻഡ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് 330 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു, ഇനി ആ ഒരു ബിസിനസ് മുന്നോട്ട് റൺ ചെയ്യില്ല. അപ്പൊ അതെന്ത് ചെയ്യും? വൈൻഡ് അപ്പ് ചെയ്യും അല്ലെങ്കിൽ കെട്ടിപ്പൂട്ടും എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിൽ അവരുടെ പേയ്മെന്റ്, അതായത് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പേയ്മെന്റിന് ഒരു ഓർഡർ ഉണ്ട്, ഒരു പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഓർഡർ എന്ന് പറയുന്നതിൽ ആദ്യമേ കൊടുക്കേണ്ടത് ആർക്കാണ്? അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഓർഡർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ കൊടുക്കേണ്ട പേയ്മെന്റ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളാണ്, അതായത് ചിലവുകളാണ്. അതിനകത്ത് ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലിക്വിഡേഷൻ ലീഗൽ എക്സ്പെൻസുകൾ എന്ന് പറയാം. അതേപോലെ തന്നെ ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷൻ, ഇതെല്ലാം തന്നെ എക്സ്പെൻസ് ഓഫ് വൈൻഡിങ് അപ്പിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതിനുശേഷം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. ദെൻ സെക്യൂർഡ്
അതായത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ലോൺ എടുത്തിട്ടുള്ളവരാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. അറ്റ് ലാസ്റ്റ് ആണ് ആർക്ക് കൊടുക്കേണ്ടത്? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യേണ്ടത്? പേയ്മെന്റ് നടത്തേണ്ടത്. ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും എല്ലാവരും കഴിഞ്ഞതിന് ശേഷം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും ലാസ്റ്റ് വന്നിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഓർഡർ ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഉൾപ്പെടുവാണെന്നുണ്ടെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും അതിനുശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സുമാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗുഡ്വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മാത്രം ഉൾപ്പെടുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വെൻഡർ കമ്പനിയുടെയാണ്. വെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കുന്ന അതായത് പർച്ചേസ് ചെയ്യുന്ന കമ്പനിയും അതുപോലെ തന്നെ ഒരു വെഞ്ചർ കമ്പനിയും കാണും. ഇനി ഗുഡ്വിൽ എന്ന് പറയുന്നത് നെറ്റ് അസറ്റും പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അടുത്തതായിട്ട് പറയുന്നത് ഫേസ് വാല്യൂ ഷെയർ ഓഫ് പർച്ചേസിംഗ് കമ്പനി വിൽ ബി ടേക്കൺ ടു അക്കൗണ്ട് ബൈ കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആദ്യത്തേതാണ്. കാരണം ഗുഡ്വില് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഇത് രണ്ടും ഉൾപ്പെടുന്നത് പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ്. അപ്പൊ എന്താണ് ഗുഡ്വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്? ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുവാണ്. അതായത് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാണ് മറ്റൊരു കമ്പനി പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് നെറ്റ് അസറ്റിനേക്കാൾ അധികമാണെങ്കിൽ അവിടെ ഗുഡ്വില്ലും, ഇനി പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് നെറ്റ് അസറ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ റിസർവും വരും. അപ്പൊ ഈ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ഉൾപ്പെടുന്നത് എവിടെയാണ്? പർച്ചേസിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലാണ്, നോട്ട് വെഞ്ചർ കമ്പനി. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വെഞ്ചർ കമ്പനിയുടെ അക്കൗണ്ടിലാണ്, വെഞ്ചർ കമ്പനിയുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗുഡ്വിൽ എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് നെറ്റ് അസറ്റിനേക്കാൾ അധികമാണെങ്കിലാണ് ഗുഡ്വിൽ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when the cost incurred on recruiting, training and developing employees is considered for determining the value of employees, it's called. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ ട്രെയിനിങ്, ഡെവലപ്പിംഗ്, എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യുന്നതും അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതും ഇതിനെല്ലാം എന്താണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം സം ടോട്ടൽ എടുത്തുകൊണ്ടാണ് എടുക്കുന്നത്. അതായത് റിക്രൂട്ട്മെന്റിന്റെയും അക്വിസിഷന്റെയും ട്രെയിനിങ്ങിന്റെയും ഇൻഫോർമൽ ട്രെയിനിങ് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള എല്ലാ എക്സ്പെൻസുകളുടെയും സം ടോട്ടൽ എടുത്തുകൊണ്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീപ്ലേസ്മെന്റ് കോസ്റ്റോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റോ അല്ല വരുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അതായത് നേരത്തെ നടന്നിട്ടുള്ള എല്ലാ കോസ്റ്റുകളുടെയും സം ടോട്ടൽ ആണ് എടുക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് വരുന്നുണ്ട്, ലോങ് ടേം സെക്യൂരിറ്റീസ് വരുന്നുണ്ട്. അപ്പം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഇൻകം ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓൺ ദ ഡേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർഡ്, ഓൺ ദ ഡേറ്റ് ഓഫ് ഡിവിഡൻഡ് റിസീവ്ഡ്, at the end of financial year when the investment is sold. അപ്പം എപ്പോഴാണ് ഡിവിഡൻഡ് ഇൻകം റെക്കോർഡ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ഡേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് റിസീവ്ഡ്, അതായത് ഡിവിഡൻഡ് റിസീവ് ചെയ്തതിന് ശേഷമാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അതായത് അത് ആക്ച്വലി ഇൻവെസ്റ്റർ റിസീവ് ചെയ്തതിന് ശേഷമാണ് അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. സോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാ പോർഷൻസിൽ നിന്നും കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ടൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു മിഡ് ടേം എക്സാമിൽ പങ്കെടുക്കുക, ലൈവ് സെഷൻസ് പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.